നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. TK കരുണൻ സ്മാരക മന്ദിരത്തിലായിരുന്നു സ്ഥാനാർത്ഥി സംഗമം. പാലക്കലിൽ ബൈക്ക് യാത്രികനെ ആക്രമിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. കരൂപ്പടഞ്ഞ സ്വദേശി അറക്കപ്പറമ്പിൽ മുഹമ്മദ് റാഫിയാണ് അറസ്റ്റിലായത്. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ മിനി ലോറി അപകടത്തിൽപ്പെട്ട് സഹയാത്രികന്റെ കൈ അറ്റുപോയി. കൊല്ലങ്കോട് സ്വദേശി 22 വയസ്സുള്ള സുജിൻ എന്നയാളുടെ ഇടതുകൈയാണ് മുട്ടിനു മുകളിലേക്ക് വെച്ച് അറ്റുപോയത്. വാർത്തകൾ വിശദമായി. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. TK കരുണൻ സ്മാരക മന്ദിരത്തിലായിരുന്നു സ്ഥാനാർത്ഥി സംഗമം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. അതിരാവിലെ ഫീൽഡിലിറങ്ങണം, വൈകുന്നേരം വരെയാണ്, വൈകിട്ടാണെങ്കിലും ഫീൽഡിൽ നിന്ന് കയറാൻ പാടില്ല. അങ്ങനെ എല്ലാ സമയത്തും ഇനിയുള്ള 15 ദിവസക്കാലം പൂർണ്ണ സമയം ഇനി നമ്മൾ വിജയിക്കുന്നത് വരെ നമുക്ക് വേറെ ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിൽ നമ്മുടെ ലക്ഷ്യം വെച്ചാൽ ജയിക്കുമെന്ന നിലയിലേക്കുള്ള പ്രവർത്തനം നമ്മൾ നടത്തും. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ മികച്ച നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നമായി നമുക്ക് വിഷമിക്കേണ്ട കാര്യം. നമ്മളത് അന്ന് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരുന്നെങ്കിലും തോന്നാത്ത രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തണം. ഇതൊക്കെ പറയാനുള്ളത് നിങ്ങളെടുത്ത് രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല, കാരണം രാഷ്ട്രീയം ഇനി കുറേ സമയം കേൾക്കാൻ പോകുന്നതാണ്. രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നമുക്ക് ഈ ചേർപ്പ് മണ്ഡലത്തിലും നാട്ടിക മണ്ഡലം എന്ന് പറഞ്ഞ 2 മണ്ഡലം കൂടിയാകുമ്പോൾ നമ്മൾ ഏകദേശം 72 സീറ്റ് 66-70 സീറ്റുകൾ നമ്മൾ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ സീറ്റിനേക്കാളും കൂടുതൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ ഇടതുപക്ഷ പഞ്ചായത്തുകൾ നമ്മൾ തിരിച്ചു പിടിക്കണം. നമ്മുടെ ഇടതുപക്ഷ പഞ്ചായത്തുകളിൽ നമ്മുടെ ആധിപത്യം സ്ഥാപിക്കണം. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികളായിട്ടുള്ള എല്ലാ സഹാക്കളോടും എനിക്ക് പറയാനുള്ളത്, വളരെ വലിയ ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ പോകണം. നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ SIR പറ്റി പഠിച്ചു വയ്ക്കുന്നുണ്ടാവും. SIR സംബന്ധിച്ചുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി വയ്ക്കുന്ന സ്ഥാനത്ത് ആളുകൾ ചോദിക്കുമ്പോൾ SIR പറ്റി അറിഞ്ഞ് മനസ്സിലാക്കി വയ്ക്കും. എന്താണ് SIR, അതിലെന്തൊക്കെ ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന രാഷ്ട്രീയമൊന്നും ആളുകൾക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ വേണ്ടി SIR എന്താണെന്ന് സംബന്ധിച്ച് ആവശ്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് 1-2 ദിവസത്തിനകത്ത് ശേഖരിച്ച് മനസ്സിലാക്കി വെക്കണം. വോട്ടർമാർക്കിടയിൽ സംസാരിക്കുമ്പോൾ അവരുടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് M. നാരായണദാസ് അധ്യക്ഷനായി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, സംസ്ഥാന സമിതി അംഗം ഷീല വിജയകുമാർ, മണ്ഡലം സെക്രട്ടറി KK ജോബി, ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ സ്ഥാനാർത്ഥി KP സന്ദീപ് എന്നിവർ സംസാരിച്ചു. പാലക്കലിൽ ബൈക്ക് യാത്രികനെ ആക്രമിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. കരൂപ്പടഞ്ഞ സ്വദേശി അറക്കപ്പറമ്പിൽ മുഹമ്മദ് റാഫിയാണ് അറസ്റ്റിലായത്. ബൈക്ക് യാത്രികനായ ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി വയ്യാതിൽ വീട്ടിൽ ഷാനവാസിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഭാര്യയും 5 വയസ്സുള്ള മകനുമൊത്ത് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു ആക്രമിക്കപ്പെട്ട ഷാനവാസ്. പാലക്കലിൽ വെച്ച് അമിത വേഗതയിൽ സ്വകാര്യ ബസ് ബൈക്കിനെ മറികടക്കാൻ ശ്രമിച്ചിരുന്നു. അപകടത്തിനിടയാക്കും വിധമാണ് ബൈക്കിനെ ബസ് മറികടക്കാൻ ശ്രമിച്ചത്. ഇക്കാര്യത്തിൽ ബസ് ഡ്രൈവറെ ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതനായ ബസ് ഡ്രൈവർ ബൈക്ക് യാത്രികൻ ഷാനവാസിനെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ റൂറൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃപ്രയാർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് പ്രതി മുഹമ്മദ് റാഫി. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ബസ് ഡ്രൈവർ മുഹമ്മദ് റാഫി എന്ന് പോലീസ് പറഞ്ഞു. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ മിനി ലോറി അപകടത്തിൽപ്പെട്ട് സഹയാത്രികന്റെ കൈ അറ്റുപോയി. കൊല്ലങ്കോട് സ്വദേശി 22 വയസ്സുള്ള സുജിൻ എന്നയാളുടെ ഇടതുകൈയാണ് മുട്ടിന് മുകളിൽ വെച്ച് അറ്റുപോയത്.
ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട വാഹനം തുരങ്കത്തിന്റെ ഒരു വശം ചേർന്ന് പോവുകയും സുജിന്റെ കൈവരിയിലിടിക്കുകയുമായിരുന്നു. പരിക്കേറ്റ സുജിനെ ഒരു ആംബുലൻസിലും മറ്റൊരു ആംബുലൻസിലുമായാണ് ആശുപത്രിയിലെത്തിച്ചത്. കോഴി കയറ്റി വന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. PG പോലീസ്, ദേശീയപാത റിക്കവറി വിഭാഗം എന്നിവർ മേൽ നടപടികൾ സ്വീകരിച്ചു. എടത്തിരുത്തി സൗത്ത് ഐനിച്ചോട് മലമ്പാമ്പിനെ പിടികൂടി. വീട്ടുവളപ്പിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. വേദോട്ടിൽ രജീനി സന്തോഷിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടിച്ചത്. തിങ്കളാഴ്ച രാത്രി 8:30യോടെയാണ് മലമ്പാമ്പിനെ വീട്ടുവളപ്പിൽ കണ്ടെത്തുന്നത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ കൂളിമുട്ടം സ്വദേശി അൻസാരി സ്ഥലത്തെത്തി. തുടർന്ന് ഏറെ ശ്രമകരമായി മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു. 8 അടിയോളം നീളമുള്ളതാണ് പിടികൂടിയ മലമ്പാമ്പ്. മലമ്പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. കയ്പമംഗലം കൂരിക്കുഴിയിൽ വീടിന് നേർക്ക് യുവാവിന്റെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകൾ യുവാവ് അടിച്ചു തകർത്തു. കൂരിക്കുഴി ഫാറൂഖ് റോഡിൽ കുന്നുങ്ങൽ അബ്ദുൾ മുത്തലീബിന്റെ വീടാണ് ആക്രമിക്കപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. മുത്തലീബ് ബൈക്കിൽ പോകുന്നതിനിടെ കൂരിക്കുഴി പള്ളിക്ക് സമീപത്തെ റോഡിൽ എതിരെ വന്ന കാറിൽ ഉരസിയിരുന്നതായി പറയുന്നു. ചാമക്കാല സ്വദേശിയായ യുവാവിന്റെ കാറിലാണ് ബൈക്ക് തട്ടിയതായി പറയുന്നത്. ഇതേ ചൊല്ലി യുവാവും മുത്തലീബും തമ്മിൽ തർക്കം നടന്നിരുന്നു. സംഭവത്തിനു ശേഷം ഇയാൾ വടിയുമായി എത്തി മുത്തലീബിന്റെ വീട് ആക്രമിക്കുകയായിരുന്നു. വീടിന്റെ 3 ജനൽ ചില്ലുകൾ യുവാവ് അടിച്ചു തകർത്തു. യുവാവ് വീട് ആക്രമിക്കാനെത്തുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവ സമയത്ത് വീട്ടിൽ 9 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവത്തിൽ കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഈ സംഭവം നടക്കുമ്പോൾ ഹസ്ബൻഡ് വന്ന് അകത്തേക്ക് കയറി വാതിലടിച്ചു. 2 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ജനലുമ്പോൾ വന്നങ്ങായിട്ട് ഇങ്ങനെ ആരോ തട്ടണ പോലെ വെച്ചിട്ടപ്പോൾ നോക്കിയപ്പോൾ ചില്ലിങ്ങനെ പൊടിഞ്ഞു പോണ പോലെ തോന്നി. പിന്നെ അത് ഭട്ടം മാറ്റാൻ പോയില്ല. അതിന് മുമ്പേ തന്നെ ചില്ലകത്തേക്ക് ഇതായി. അപ്പോൾ ഇളയ കുട്ടിയുണ്ട്, അയാൾക്ക് 3 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ കുട്ടിയുടെ മേത്തേക്കൊക്കെ തെറിച്ച്. അപ്പം ഞാനും പിള്ളേരും കൂടി അകത്തേക്ക് ഓടി കരഞ്ഞങ്ങായിട്ട്. അപ്പോൾ പിന്നെ ക്യാമറയിൽ നോക്കിയപ്പോൾ ചില്ലകത്തേക്ക് തെറിക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ക്യാമറയിൽ നോക്കിയപ്പോൾ ഒരാൾ വന്നിങ്ങായിട്ട് വടി കൊണ്ട് അടിച്ചിങ്ങായിട്ട് ഓടിപ്പോണ കണ്ടത്. പരാതി അപ്പോൾ നമ്മ അപ്പം തന്നെ പോലീസിനെ വിളിച്ചിങ്ങായിട്ട് പരാതി കൊടുത്തു. കയ്പമംഗലം 3 പീടികയിൽ വീട്ടുവളപ്പിൽ നിന്ന് മുള്ളൻ പന്നിയെ പിടികൂടി. കയ്പമംഗലം പഞ്ചായത്ത് 12-ാം വാർഡിൽ കുന്നത്തുപടി ഷമീറിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മുള്ളൻ പന്നിയെ പിടികൂടിയത്. തിങ്കളാഴ്ച രാത്രി 10:30യോടെയാണ് സംഭവം. മുള്ളൻ പന്നിയെ കണ്ട വീട്ടുകാർ ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ കൂളിമുട്ടം സ്വദേശിയായ അൻസാരി സ്ഥലത്തെത്തി. തുടർന്ന് മുള്ളൻ പന്നിയെ പിടികൂടുകയായിരുന്നു. പിടികൂടിയ മുള്ളൻ പന്നിയെ പിന്നീട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. അഖില കേരള എഴുത്തച്ഛൻ സമാജം ചെറുവാൾ ശാഖയുടെ 27-ാം വാർഷികവും കുടുംബ സമ്മേളനവും നടന്നു. പുതുക്കാട് നടന്ന സമ്മേളനം KA അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. KK പ്രസന്നകുമാർ അധ്യക്ഷനായി. KN ഗോപാലകൃഷ്ണൻ, KD ഭാസ്കരൻ, സജിത സുനിൽ, KK അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശ്രീനിവാസൻ കോവാത്ത് ചോദ്യോത്തര പരിപാടിയും നടന്നു. വരാക്കര പുളിഞ്ചോട് അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. പുളിഞ്ചോട് ചുക്കത്തെ വീട്ടിൽ ബിനേഷിനെയാണ് വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വരാക്കര പുളിഞ്ചോട് അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. പുളിഞ്ചോട് ചുക്കത്ത വീട്ടിൽ ബിനേഷിനെയാണ് വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിക്കേറ്റ ഗോപാലൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ ഇവരുടെ വീടിന് മുൻവശത്തെ റോഡിൽ വെച്ചായിരുന്നു സംഭവം. മദ്യപിച്ചെത്തിയ ബിനേഷ് കുടുംബവഴക്കിനെ തുടർന്ന് ഗോപാലനുമായി തർക്കത്തിലാവുകയായിരുന്നു. ഇതിനിടെയാണ് ബിനേഷ് ഗോപാലനെ കുത്തിയത്. റോഡിൽ കിടന്ന ഗോപാലനെ ആശുപത്രിയിലെത്തിക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ബിനേഷ് തടയുകയായിരുന്നു. പിന്നീട് അരമണിക്കൂറിനു ശേഷം മകളെത്തിയാണ് ആശുപത്രിയിലെത്തിച്ചത്. കഴുത്തിൽ കുത്തേറ്റ ഗോപാലൻ അപകടനില തരണം ചെയ്തതായി പോലീസ് പറഞ്ഞു. ഗൾഫിലായിരുന്ന ബിനേഷ് 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. കുടുംബവഴക്കിനെ തുടർന്ന് ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ തർക്കം നടക്കാറുണ്ടെന്ന് പറയുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു. UDF ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ സ്ഥാനാർത്ഥി സലീം പുറക്കുളത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്.
മൂന്നുപീടിക ബസ് സ്റ്റാൻഡിൽ നടന്ന കൺവെൻഷൻ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ SA സിദ്ദിഖ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, KF ഡൊമിനിക്, PMA ജബ്ബാർ, CC ബാബുരാജ്, CJ പോൾസൺ, UDF നേതാക്കളായ PM അമീർ, സുനിൽ P മേനോൻ, PK മുഹമ്മദ്, KA അഫ്സൽ, PS മുജീബ് റഹ്മാൻ, TS ശശി, സുധാകരൻ മണപ്പാട്ട, KV അബ്ദുൽ മജീദ്, CA അബ്ദുൽ ജലീൽ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ ഉങ്ങുംചോട് സ്വദേശി ഇരവിമംഗലത്ത് വീട്ടിൽ ശങ്കരൻ മകൻ സുരേന്ദ്രൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം വടൂക്കര ശ്മശാനത്തിൽ നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,645 രൂപ, പവന് 93,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. TK കരുണൻ സ്മാരക മന്ദിരത്തിലായിരുന്നു സ്ഥാനാർത്ഥി സംഗമം. പാലക്കലിൽ ബൈക്ക് യാത്രികനെ ആക്രമിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. കരൂപ്പടഞ്ഞ സ്വദേശി അറക്കപ്പറമ്പിൽ മുഹമ്മദ് റാഫിയാണ് അറസ്റ്റിലായത്. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ മിനി ലോറി അപകടത്തിൽപ്പെട്ട് സഹയാത്രികന്റെ കൈ അറ്റുപോയി. കൊല്ലങ്കോട് സ്വദേശി 22 വയസ്സുള്ള സുജിൻ എന്നയാളുടെ ഇടതുകൈയാണ് മുട്ടിന് മുകളിലേക്ക് വെച്ച് അറ്റുപോയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.